ഗുഡ് മോർണിംഗ്. രാവിലെ നമ്മുടെ വെള്ളം കുപ്പി തപ്പി നടപ്പായിരുന്നു കേട്ടോ ഫുള്ള്. പിന്നെ നമ്മുടെ ബാഗിനകത്തുണ്ടെന്ന് പിന്നെ ഓർത്തത്. പിന്നെ ബാഗിൽ നിന്ന് എടുത്തിട്ട് നേരെ വെള്ളമൊക്കെ നിറച്ചിട്ട് ജിമ്മിലോട്ട് പോയേ. നമ്മൾ ബാക്ക്, ബൈസെപ്സ്, ഫോർ ആംസ് ഒക്കെ ആയിരുന്നു വർക്കൗട്ട്. നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തു കേട്ടോ. ഇപ്പം നമ്മുടെ ഫുഡിൽ ചേഞ്ചസ് വരുത്തിയതിൻ്റെതായ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി കേട്ടോ. എനിക്ക് വെയിറ്റ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം കുറച്ച് അടിപൊളിയായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അരവിന്ദ് അകത്ത് കിച്ചണിൽ പോയിട്ട് 3 ബുൾസൈ ഒക്കെ ഉണ്ടായിക്കൊണ്ട് വന്നു. സുനീറേട്ടൻ ആവുന്ന പല പണിയും നോക്കി അവൻ ഒരെണ്ണം പോലും കൊടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സുനീറേട്ടൻ നേരെ വന്ന് ലോട്ടറിയും കാര്യങ്ങളൊക്കെ എടുത്ത് നാളെ നമ്മുടെ ശിവരാത്രി ആണല്ലോ, അപ്പോൾ അതിൻ്റേതായ കടകളിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പങ്കീസിൽ കയറിയിട്ട് റോബസ്റ്റ പഴമൊക്കെ കഴിച്ചു. ആരോമലും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. പിന്നെ കുറേ സമയം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. എന്നിട്ട് എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റിലയൻസിൻ്റെ സ്മാർട്ടിൽ കയറിയപ്പോൾ ബ്രൗൺ ബസ്മതി റൈസ് കണ്ട്. ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ മീനൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ചു കേട്ടോ. നമ്മൾ പൊറോട്ടയും ബീഫും തിന്നുന്ന വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എബിൻജോ 2-ാം കുറ്റിയിൽ സാധനം കിട്ടുമെന്ന് പറഞ്ഞ് എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നെ. അതുകൊണ്ട് ഞാൻ സുനിലോട്ടനോട് നേരെ കോട്ടയം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ കോട്ടയത്തൊക്കെ പോയി. ഞങ്ങൾ പുതുപ്പള്ളി വഴിയാണ് കേട്ടോ പോയതാണ്. പുതുപ്പള്ളി പള്ളി ഉണ്ടോ. പിന്നെ കോട്ടയത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് സമുദ്ര റെസ്റ്റോറൻറ്റ് ചങ്ങനാശ്ശേരി, അവിടെ കയറിയിട്ട് ഞാനാണെങ്കിൽ 2 അപ്പവും ചിക്കൻ കറിയുമാണ് കഴിച്ചത്. സുനിലേട്ടൻ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതേപോലെ നല്ല എരിവും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ മന്തി ചിക്കനാണല്ലോ നോർമലി കഴിക്കാറ്. ഇന്ന് അതിൻ്റെ ഓപ്ഷൻ ഇല്ലാത്ത കാരണമാണ് ചിക്കൻ കറിയും നമ്മൾ പൊറോട്ടയായിട്ട് കഴിച്ചത്. വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഉണ്ണിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനോട് കുറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്ന് വന്നിട്ട് നമ്മൾ ലഞ്ചും കാര്യങ്ങളും കഴിച്ചു കേട്ടോ. വീട്ടിൽ വന്നിട്ട് പിന്നെയും ഞാൻ ചോറ് പിന്നെ മീനും ഒക്കെ ആയിട്ടാണ് കഴിച്ചത്. മാളുവാണെങ്കിൽ ഉണ്ണിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ വേണം സ്റ്റാർട്ടാക്കാൻ, അങ്ങനെ വേണം സ്റ്റാർട്ടാക്കാൻ. പിന്നെ ഞാൻ ഒരു റോബസ്റ്റ പഴമൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോഴത്തേക്കും കണ്ണം വന്നതിന് ശേഷം ഞങ്ങൾ വെറുതെ കറങ്ങാനൊക്കെ വെളിയിലൊക്കെ പോയി കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ അരവിന്ദ് വന്നു. അരവിന്ദിൻ്റെ പുതിയ EV ആയിട്ടാണ് വന്നത് കേട്ടോ. ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ട് വണ്ടിയിൽ. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ചന്ദ്രചേട്ടൻ്റെ അവിടോട്ട് പോയി കേട്ടോ. ചന്ദ്രചേട്ടനും എല്ലാ ടീമും ഉണ്ടായിരുന്നു അവിടെ. അവിടെ ശിവരാത്രി ആണല്ലോ, അപ്പോൾ അത് കാരണം ഞങ്ങളിതാ പിന്നെ വന്നിട്ട് ഫാമിലി എല്ലാവരുമായിട്ട് കാളയെ കാണാനായിട്ട് കേട്ടോ. ഓരോ കരക്കാരുടെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ പോയി കണ്ടു. ഇത് നമ്മുടെ എരുമക്കുഴി കരയാണ്. അവിടെ നാടൻപാട്ടൊക്കെ ആയിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചന്ദ്രചേട്ടൻ്റെ അവിടെ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചപ്പാത്തിയും ഒക്കെ ആയിട്ട് ഡിന്നറും കാര്യങ്ങളും കഴിച്ചു കേട്ടോ. ചപ്പാത്തിയും ബീഫും ഒക്കെയാണ്. കണ്ണനൊക്കെ ആണെങ്കിൽ മുഖം പോലും തരുന്നില്ല. ഉണ്ണിക്കുട്ടനാണെങ്കിൽ തല താഴ്ത്തി വെച്ച് കഴിച്ചിട്ട് പിന്നെ അവസാനം നെറുകെ കയറി. കണ്ടോ, യാമിയാണെങ്കിൽ അഞ്ചടിക്ക് ചെറുതായിട്ടൊക്കെ അടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു 10:30 കഴിഞ്ഞപ്പോഴാണ് വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ നാളെ കാണാം. ഓക്കെ, ബൈ.